പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദേവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേ, നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രണ്ടാം ആഴ്ച അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിക്കുവാൻ കൃപ നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്നത്തെ ഈ ആരാധനയിൽ അങ്ങയുടെ കൃപ വ്യാപരിച്ചാട്ടെ. ഞങ്ങൾ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ സ്വർഗീയ കൃപ കർത്താവിൽ എൻ്റെ മക്കളുടെ മേലെ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ആദ്യോടന്തം അങ്ങയുടെ കൃപയിൽ പരിപാലിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ നാമത്തിനും സ്തുതിക്കുമായി ഞാൻ കീർത്തനങ്ങളിൽ 25-ാം കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 25. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദിനങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ നിനക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? എന്റെ പാറയും
എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തേ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. നാലാമത്തെ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലും ഞങ്ങൾ നിന്നോട് അഭ്യാപം ചെയ്തിരിക്കുന്നു തിരുമ്പാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങൾ സകല പാപങ്ങളും ഞങ്ങളോട് ശ്രമിച്ച് സകല ദോഷവും ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിക്കണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. 100-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി സമയം നമുക്ക് ഉപയോഗിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിക്കുവിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്തവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. പഴയ നിയമ പാഠഭാഗം, പഴയ നിയമ പാഠം 1-ാം പാഠം സമയം നമുക്ക് വായിച്ചു കേൾക്കാം. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിരത്ത് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന് മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യനെ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന്റെ തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യരിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ സ്ത്രീയാക്കി അവരെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവിടെ നരകിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവർക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റി ചെയ്യും.
അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ലാതാനും. ഇങ്ങനെയുടെ പഴയ ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 127. 127 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി നയിക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. അവൻ അവയെ കൊണ്ട് തന്റെ ആവനാഴിയിൽ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാദികൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലഭിച്ചു പോകില്ല. രണ്ടാം ഭാഗം എബ്രായർക്കെതിരെ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെ. എബ്രായർ 13-ന്റെ 1 മുതൽ 6 വരെ. സഹോദരത്തിൽ നിലനിൽക്കട്ടെ, അഴുതി കൽപ്പന മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ കളവുകാർ എന്ന പോലെ കളവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമണി അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും വിവാഹം എല്ലാവർക്കും മാന്യവും ഇടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർബലരായും കുറ്റവാളികളായും ദൈവം വിളിക്കും. നിങ്ങളുടെ കണക്ക് വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അവർ ചെയ്തിരിക്കുമല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളുടെ രണ്ടാം പേരങ്ങൾ അവസാനിക്കുന്നു. സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങളെ ശ്രദ്ധിപ്പീൻ. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം മുതൽ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപദേശിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷ ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളിച്ചെയ്ത് എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ആരാധന പുസ്തകത്തിലെ സഭയുടെ പാട്ട് സമയം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നുവെന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാസമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചതിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്കൽ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. കർത്താവിന്റെ നാമത്തിനും സ്തുതിക്കുമായി ഞാൻ കീർത്തനങ്ങളിൽ 275 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 275. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേ, കർത്താവേ, ഈ വിശുദ്ധ ദിവസവും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ കൃപ നൽകിയിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം വചനത്തിൻ്റെ മറവിൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ കർത്താവെ, വചനം ഗ്രഹിക്കുവാനുള്ള സ്വർഗീയ ജ്ഞാനം ഞങ്ങൾക്ക് നൽകുമാറാകണമേ, ഞങ്ങളോട് ഇടപെടുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ കർത്താവെ അങ്ങയോട് ചേർന്നുള്ള ബന്ധത്തിൽ ഒന്നുകൂടെ സ്ഥിരമാക്കുവാൻ, കർത്താവെ മാതൃകയുള്ള ജീവിതങ്ങൾ നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരാഴ്ച കാലം കൂടെ ദൈവം നമ്മെ പരിപാലിച്ചു. ഈ ആഴ്ചയും നമ്മുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടിയൊക്കെ ദൈവത്തെ നാം ഒരുമിച്ച് ആരാധിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയായി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിവാഹം, ഉടമ്പടിയുടെ ആഘോഷം എന്നുള്ളതാണ്. മാരേജ് സെലിബ്രേഷൻ ഓഫ് കവനന്റ് അല്ലെങ്കിൽ സാക്രമെന്റ് എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് വിവാഹം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്? എന്താണ് വിവാഹത്തിൽ നമുക്ക് എപ്പോഴും ഓർക്കുവാനായിട്ടുള്ളത്? Why marriage is important and what is important to remember in marriage? അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് വാട്ട് ഈസ് ദി പർപ്പസ് എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ദൈവം നമുക്ക് നൽകുന്ന ചിന്ത, തീം എന്ന് പറയുന്നത് ഗോഡ് ഈസ് ബ്രിങ്ങിങ് ഓർഡർ ഔട്ട് ഓഫ് കയോസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിവാഹമോചനത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു ഓർഡറിൽ നിന്ന് വീണ്ടും നമ്മൾ കയോസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രാരംഭത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഉള്ളത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് വിവാഹമോചനത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നുണ്ട്, ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത്, ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നത് ദൈവമാകുന്നു, അവരെ വേർപിരിക്കുവാനായിട്ട് പാടില്ല എന്ന വചനത്തിലൂടെ, സുവിശേഷത്തിലൂടെ ദൈവം ഓർപ്പിക്കുകയാണ്. അതിൻ്റെ തുടർന്നുള്ള അടുത്ത സെക്ഷനിലേക്ക്, തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, 14-ാം വാക്യത്തിൽ പറയുന്നു, ശിശുക്കളെ തടയരുത്, അവരെ എൻ്റെ അടുക്കലേക്ക് വിടുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ വേദപുസ്തകപരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് വിവാഹം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ വായിച്ച ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, ഇറ്റ് ഈസ് ടോട്ടലി എഗെയിൻസ്റ്റ് ഡൈവോഴ്സ്. വിവാഹമോചനത്തിന് എതിരെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് വിവാഹബന്ധം സുസ്ഥിരമായി നിലനിൽക്കുന്നതിന് വേണ്ടി വേദപുസ്തകം ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താകുന്നു എന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 5 pillars mentioned in Bible about marriage, importance in marriage എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ആവശ്യമാണ്. രണ്ടാമതായിട്ട് കീഴടങ്ങൽ ആവശ്യമാണ്. പരസ്പരം ശുശ്രൂഷിക്കുവാനുള്ള മനസ്സ് ആവശ്യമാണ്. തലമുറകളെ അഭ്യസിപ്പിക്കുവാൻ ദൈവ വചനത്തിന് അടിസ്ഥാനത്തിൽ പരിപോഷിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാകുന്നു എന്ന് വചനം ഓർപ്പിക്കുകയാണ്. വളരെ വേഗത്തിൽ ചുരുങ്ങിയ ചിന്തകൾ, 5 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 5 pillars. ഒന്നാമതായിട്ട് ലിസൺ എന്നുള്ളതാണ്, കേൾക്കുക. യാക്കോബ് 1:19 വാക്യത്തിൽ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. Everyone should be quick to listen, slow to speak and slow to become angry. നമുക്ക് ദൈവം 2 കാതുകളാണ് നൽകിയിരിക്കുന്നത്, ഒരു വായും. എന്നാൽ പലപ്പോഴും നമ്മൾ അത് വിസ്മരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഒരു കാതും 2 വായും ഉള്ളവരായാണ് പലപ്പോഴും പെരുമാറാറുള്ളത്. നാം സംസാരിക്കുവാനായിട്ട് പ്രിയപ്പെടുന്നവരാണ്. നമ്മൾ വി ഓഫൻ ടോക്ക്, അല്ലെങ്കിൽ വി ടോക്ക് ഫ്രീക്വൻ്റ്ലി എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ മറ്റുള്ളവർ പറയുവാൻ, കേൾക്കുവാൻ താല്പര്യം പൊതുവേ നമുക്ക് കുറവാണ്. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ അടുത്തത് എന്ത് പറയുമെന്നുള്ള ആലോചനയിലാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ വചനം ഓർപ്പിക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ലിസൺ എന്നുള്ളതാണ്. കേൾക്കുവാനുള്ള ഒരു സാവകാശം വിവാഹബന്ധത്തിൽ, വിവാഹ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാകുന്നു എന്ന് വചനം ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അവർ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നവരാകുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ഭർത്താവ് ഒരു ദിവസത്തെ അധ്വാനത്തിനൊക്കെ ശേഷം തിരികെ ഭവനത്തിൽ കടന്നു വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഭാര്യ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നവളാണ്. എന്നാൽ വളരെ ക്ഷീണിതനായി ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ തളർന്ന് ആയിരിക്കുന്ന ഭർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഭർത്താവ് ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ല. എന്നാൽ ഇൻ ദ പ്രോസസ് ഓഫ് ലിസണിങ് അത് ഏറ്റവും ആവശ്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പരസ്പരം ചോദിക്കാം, ഹൗ വാസ് യുവർ ഡേ? ഒരു ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഹൗ ആർ യു, ഹൗ വാസ് യുവർ ഡേ? നിങ്ങൾ എപ്രകാരമായിരിക്കും, നിങ്ങളുടെ ഇന്നത്തെ ദിവസം എപ്രകാരമായിരിക്കും എന്ന് ചോദിക്കുവാനും അതിന് ഉത്തരം കേൾക്കുവാനും ഉള്ള ഒരു സാവകാശം. എപ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം കേൾക്കുവാൻ അല്ലെങ്കിൽ സമയം നൽകുവാൻ പരാജയപ്പെടുന്നോ അവിടെ അവർ വേർപിരിയുകയും അവർ തമ്മിലുള്ള അടുപ്പം കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട്
ഇറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ എവറി ഡേ ടു എൻഗേജ് ഇൻ കോൺവെർസേഷൻ. പരസ്പരം സംസാരിക്കുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നും സ്നേഹത്തിൻ്റെ ഒരു സൈനാണതും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അത് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ലിസൺ, പരസ്പരം കേൾക്കുവാനുള്ള സാവകാശം നമ്മൾ കാണിക്കണം. രണ്ടാമതായിട്ട് ലിസൺ ടു ഗോഡ്, ദൈവത്തിന് എന്താണ് പറയുന്നതെന്ന് കേൾക്കുവാനുള്ള ഒരു സാവകാശം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുന്നു. ജീസസ് സെഡ്, മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്, ഐ നോ ദം ആൻഡ് ദേ നോ മീ. ദേവാലയത്തിലേക്ക് വളരെ വേഗത്തിൽ ഓടി കടന്നു വരുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുവാനും വളരെ ധൃതി കൂട്ടുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തിന് അറിവുള്ളതാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്നു. എപ്പോഴെങ്കിലും ദൈവം നമ്മളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു വന്നായിരിക്കുമ്പോൾ ഈ വലിയവനായ ദൈവത്തിന് എന്നോടും നിങ്ങളോടും എന്താണ് സംസാരിക്കുവാൻ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അവിടെ 3 പെറ്റീഷൻസ് പറയുന്നുണ്ട്. അതായത് 3 പ്രാർത്ഥന തുടക്കത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലൂടെയാണ് അവിടെ കർത്താവ് പ്രാർത്ഥന തുടങ്ങുന്നത്, അല്ലേ? നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥന. എന്നാൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷമേ ഇപ്രകാരം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ. വില്യം ടെമ്പിൾ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്, വെൻ ഐ പ്രേ കോയിൻസിഡൻസ് ഹാപ്പൻ, വെൻ ഐ സ്റ്റോപ്പ് പ്രേയിങ് കോയിൻസിഡൻസ് സ്റ്റോപ്പ് ഹാപ്പനിങ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പലതും യാദൃച്ഛികമായി സംഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകും. എന്നാൽ എപ്പോൾ ഞാൻ പ്രാർത്ഥന നിർത്തുന്നു അത് അതോടുകൂടെ നിൽക്കുകയാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം കടന്നായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് എന്താണ് പറയുവാനുള്ളത്? ഭാര്യയും ഭർത്താവും നമ്മൾ കുടുംബമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, പരസ്പരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാധാന്യം അർഹിക്കുന്നതാകുന്നു എന്നും നമുക്കറിയാം. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. മൂന്നാമതായിട്ട് ഫോർഗീവ് ഈച്ച് അതർ, പരസ്പരം ക്ഷമിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. കൊലോസ്യർ 3:13-14 വാക്യങ്ങൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാത്തിനും മേലെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. ക്ഷമിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ക്ഷമിക്കാതെ അനുരഞ്ജനത്തിലേക്ക് പോകുവാനും കടക്കുവാനും നമുക്ക് സാധ്യമായി തീരുകത്തില്ല. ഫോർഗീവ്നെസ് എവിടാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ത്രൂ റിപ്പൻറ്റൻസ്. അനുതാപത്തിൽ നിന്നാണ് നമ്മൾ ഫോർഗീവ്നെസ്സിലേക്ക് കടക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരാൾ ഒരു തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ പ്രയാസമുള്ള കാര്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം വഴക്കുണ്ടാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കത്തോടും പിണക്കത്തോടും ഒക്കെ ഇരിക്കുമ്പോൾ അവിടെ ക്ഷമിക്കുക എന്ന് പറയുന്നത് പറഞ്ഞ ആൾക്കും തെറ്റ് ചെയ്ത ആൾക്കും എല്ലാം ഒരുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു എന്ന് നമുക്ക് അറിയാം. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കേണ്ടുന്നത്, ദൈവം എന്താണ് ചെയ്തതെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് ലഭ്യമായി തീരണമെങ്കിൽ, നമ്മളുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും ഒക്കെ ദൈവം ക്ഷമിക്കണമെങ്കിൽ വി മസ്റ്റ് ഫോർഗീവ് അതേഴ്സ്. മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാത്തിടത്തോളം കാലം നമ്മളോടും ദൈവം നമ്മളുടെ പാപങ്ങളും കുറവുകളും ക്ഷമിക്കത്തില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് സബ്മിറ്റ് ടു ഈച്ച് അതർ. എഫേസ്യർ 5:33 പരസ്പരം കീഴ്പ്പെടുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഉദ്ദേശിക്കുന്നത് അന്യോന്യം കീഴ്പ്പെടണം എന്നുള്ളതാണ്.
ഈ കീഴടങ്ങൽ ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? പരസ്പര ആശ്രയ ബോധത്തിലാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ആശ്രയിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. മനുഷ്യൻ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാകുന്നുവല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാര്യമാരെ ഭർത്താക്കന്മാരെ മാത്രമല്ല, ഭർത്താക്കന്മാർ ഭാര്യമാരെയും ആശ്രയിച്ച് ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അന്യോന്യം കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഭാര്യയും ഭർത്താവും ഒന്നാണ് എന്നുള്ള ചിന്ത, ഭാര്യ ഭർത്താവിന് മുകളിലും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഒരുപടി മുകളിലും ഉയർന്നിരിക്കുന്നു എന്നുള്ള ചിന്ത ഒരിക്കലും ഒരു കുടുംബജീവിതത്തിൽ ഭരിക്കുവാനായിട്ട് പാടില്ല. ഇരുവരും ഒന്നാണ് എന്നുള്ള ശക്തമായ ചിന്ത രണ്ടുപേരെയും ഭരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിനല്ല, പരസ്പര ആശ്രയത്തിന് മുൻഗണന നൽകണം എന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നോട്ട് ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഇന്റർ ഡിപ്പെൻഡൻറ്റ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം കീഴടങ്ങുന്ന ഒരു മനോഭാവം ഉണ്ടാകും. മ്യൂച്വൽ സബ്മിഷൻ എന്നാണ് അതിന് പറയുന്നത്. ബിൽ ബ്രൈറ്റ് എന്ന് പറയുന്ന ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ എന്ത് നിങ്ങൾക്കിനിയും ചെയ്ത് നൽകണം, എന്ത് ചെയ്യണം എന്ന് ചോദിക്കേണ്ട. അതുകൊണ്ട് ഏതൊരു കാര്യം ഭവനത്തിലുണ്ടെങ്കിലും പരസ്പരം നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കണം. ഭാര്യയോടായാലും ഭർത്താവിനോടായാലും വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, എന്ത് ഞാൻ നിനക്ക് ഇനിയും ചെയ്തു തരണം എന്നുള്ള ചിന്ത. അവിടെയാണ് സ്നേഹവും ബഹുമാനവും രൂപപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അഞ്ചാമതായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ടീച്ച് നെക്സ്റ്റ് ജനറേഷൻ. തലമുറകളെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇറ്റ് ഹാർഡ്ലി നീഡ്സ് ആൻ എക്സ്പ്ലനേഷൻ. അവിടെ ഒരു എന്താ പറയുന്നത്, ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം അവിടെയില്ല. വളരെ വ്യക്തമായിട്ട് വചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കാലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ, നമ്മുടെ ഓർമ്മകളെ പുതുക്കുമ്പോൾ, കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ആ പതിവിനൊക്കെ ഇന്ന് വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പൻ്റെ ജോലി ഒരു സമയം, അമ്മയുടെ ജോലി ഒരു സമയം, അല്ലെ മക്കൾ ചിലപ്പോൾ നേരത്തെ ഉറങ്ങും, ഭക്ഷണം കഴിക്കുന്ന വ്യത്യസ്ത സമയങ്ങളിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് മേശ പങ്കിടുവാനും നമുക്ക് സാധ്യമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പണ്ടുള്ള കുടുംബങ്ങളുടെ ബലം, ശക്തി എന്ന് പറയുന്ന, ഉറപ്പ് എന്ന് പറയുന്നത് അതുതന്നെയായിരുന്നു. ഒരുമിച്ച് അത്താഴത്തിനിരിക്കുവാൻ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ, ഭക്ഷണത്തിരിക്കുമ്പോൾ പരസ്പരം വർത്തമാനം പറയുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും കുടുംബ ബന്ധം ബലപ്പെടുകയാണ്. ഇന്ന് ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും നമ്മൾ ഇരുന്നാലും ആര് പരസ്പരം മുഖത്തോട് മുഖം നോക്കത്തില്ല. കാരണം നമ്മുടെ കണ്ണുകളെല്ലാം എവിടാ? നമ്മളെല്ലാം മൊബൈലിലാണ്, അല്ലേ? എല്ലാവരും അവരവരുടെ മൊബൈലിലാണ്. കുഞ്ഞുങ്ങളടക്കം എല്ലാവരും മൊബൈലിൽ നിൽക്കൊണ്ടായിരിക്കും. എന്നാൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരുമിച്ച് നമ്മുടെ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ പരസ്പരം പങ്കിടുവാൻ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പരസ്പരം പങ്കിടുവാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കിന്ന് സാധ്യമായി തീരുന്നില്ല. അവിടെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ പരാജയം ആരംഭിക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 2016 ജൂലൈ മാസം 4-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൽ വന്നൊരു തലക്കെട്ട് ഇപ്രകാരമാണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് നോക്കി ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. കേരള ടേൺസ് ദ ഡൈവേഴ്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സുകൾ നടക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലാകുന്നു എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സായിട്ട് കുറവ് വിടാൻ നോക്കിയാൽ അതിനകത്ത് ആദ്യം കിടക്കുന്നത് ഇന്ത്യ. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇതിന് കാരണം എന്ന് വായിച്ചു നോക്കുമ്പോൾ ഒത്തിരി കാരണങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട് ആ സർവേയിൽ. അവിടെ പറയുന്ന ഒരു കാര്യം, ഇന്ന് പിന്തുടരുന്ന ഒരു കാര്യം, കട്ട് ദ ടൈസ് ആൻഡ് മൂവ് ഓൺ. ബന്ധങ്ങളൊന്നുമില്ല, എല്ലാവരും ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുൻപോട്ട് പോവുക. ആർക്കും ടൈഡപ്പായിട്ടിരിക്കുവാൻ, പരസ്പരം ഇപ്പോൾ നമ്മൾ ആദ്യം ഓർപ്പിച്ച വചനത്തിൽ പറയുന്ന പോലെ കാര്യങ്ങൾ പരസ്പരം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുവാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരസ്പരം കരുതുവാനോ പരസ്പരം അനുസരിക്കുവാനോ തയ്യാറ് ആകാത്ത ദാമ്പത്യ ബന്ധത്തിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിസൊബീഡിയൻസ് അതിനകത്തൊരു കാരണമായി പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൽ അട്രാക്ഷൻ, എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ്. അത് വളരെയധികം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായിട്ട് ഹയർ എക്സ്പെക്റ്റേഷൻ,
നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ മറ്റൊരാൾ അല്ലെങ്കിൽ ഭാര്യയായാലും ഭർത്താവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവിടെ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഒരു മ്യൂച്വൽ സബ്മിഷൻ ഇല്ലാത്തതിൻ്റെ കുറവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം. അവിടെ ഷെയറിംഗ് ഇല്ല, കെയറിംഗ് ഇല്ല, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. ഇതൊന്നും കാണാതെയാണ് തലമുറകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. 2016 കണക്കനുസരിച്ച് 5 ഡൈവേഴ്സ് കേസസ് എവറി അവർ എന്നാണ് പറയുന്നത്. കേരളത്തിലെ കാര്യമാണ്, നമ്മുടെ കൊച്ചു കേരളത്തിലെ കാര്യം. 5 ഡൈവേഴ്സ് കേസസ് എവറി അവർ. അതായത് ഏകദേശം ഒരു 130 കേസുകൾ ഒരു ദിവസം ഡൈവേഴ്സ് കേസുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്ത്യാനികളായി, ക്രിസ്തുവിൻ്റെ അനുയായികളായി വളരെ ആവേശത്തോടുകൂടെ അഭിമാനത്തോടുകൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എവിടെയാണ് പരാജയപ്പെടുന്നത്, നമ്മുടെ തലമുറകൾ എവിടെയാണ് നഷ്ടമായി പോകുന്നതെന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ടീച്ചിങ് ദ നെക്സ്റ്റ് ജനറേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുകയും അവരെ വചനത്തിനനുസൃതമായി വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഈ വിവാഹബന്ധവും വേദപുസ്തക അടിസ്ഥാനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ചിന്താവിഷയം തന്നെ അപ്രകാരമാണ്. വിവാഹം എന്ന് പറയുന്നത് ഉടമ്പടിയുടെ ആഘോഷമാണ്. ഇറ്റ്സ് എ സെലിബ്രേഷൻ. നമുക്ക് നമ്മുടെ വിവാഹ ജീവിതങ്ങളെ ആഘോഷമാക്കി തീർക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ പില്ലറുകളായി തന്നെ തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഞാൻ ഓർപ്പിച്ചു, ലിസൺ ടു ഈച്ച് അതർ. രണ്ടാമത്, ലിസൺ ടു ഗോഡ്. മൂന്നാമത് ഞാൻ ഓർപ്പിച്ചത്, ഫോർഗീവ് ഈച്ച് അതർ. നാലാമത്, സബ്മിറ്റ് ടു ഈച്ച് അതർ, മ്യൂച്വൽ സബ്മിഷൻ. അഞ്ചാമതായിട്ട്, ടീച്ച് നെക്സ്റ്റ് ജനറേഷൻ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിവാഹ ജീവിതത്തെ ശോധന ചെയ്തുകൊണ്ട് അർത്ഥസമ്പൂർണമായ ജീവിതം നമുക്ക് നയിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, ഒരുക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവ്, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പെന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലിറങ്ങി 3-ാം ദിവസം മരിച്ചതിന് പുറമെ എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വസ്വ പിതാവായിട്ട് ഹാജരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെ മരിച്ചവരെയും വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാലിക്കാൻ സഭയിലും വിശുദ്ധമായ സംസർഗത്തിൽ പാവമോചനത്തിനും ശരീരവൃദ്ധാനത്തിനും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ നമുക്ക് നടക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഈ വിശുദ്ധ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലെ മുട്ടുകളെ മടക്കുവാൻ കൃപ ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്തൃസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ മാറ്റപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് ആരാധിപ്പാനുള്ള കൃപ, വിശുദ്ധ മേശയിൽ പങ്കാളികളാകുവാനുള്ള സ്വാതന്ത്ര്യം ഇടയങ്ങൾക്ക് നൽകുമാറാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവെ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ തെറ്റുകളൊന്നും കണക്കിടരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ വിവാഹങ്ങൾ എത്രമാത്രം അർത്ഥസമ്പൂർണമായി കാത്തു സൂക്ഷിക്കുവാൻ, ആഘോഷമാക്കി മാറ്റുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ട് എന്ന് ചിന്തിക്കാം. നമ്മുടെ തലമുറകൾ എപ്രകാരമാണ് നാം വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ ശോധന ചെയ്യുവാൻ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവകയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണങ്ങളാൽ ഭാരപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. കർത്താവിൻ്റെ കരങ്ങൾ നിന്റെ മക്കളുടെ മേലെ തൊടുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ശമ്പളമില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹത്തിനായിട്ട് ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നവർ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ, എല്ലാവരും ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. നാട്ടിലോട്ട് വരാൻ പറ്റാതെ ദൂരദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വ്യത്യസ്തമായ ആവശ്യങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ഈ മഹാമാരിയെ അതിജീവിക്കുവാനുള്ള കൃപ നൽകുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൊറോണ വൈറസിനെ അങ്ങ് മുദ്രയിടുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് പോലും കർത്താവേ ഇത് പകരുവാനിടയാകരുത് എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത് പൂർണ്ണമായി കൺട്രോളിലായി തീരുവാനിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. വാക്സിൻ എത്രയും വേഗം ലഭ്യമാകുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സയൻറ്റിസ്റ്റുമാരെ, ഡോക്ടർമാരെയൊക്കെ ഏൽപ്പിക്കാം. ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് കാലാവസ്ഥ, മഴ അതിതീവ്രമായി തുടരുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയാലും പ്രയാസത്താലും ഒക്കെ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടുക്കിയിൽ ഉണ്ടായ ദുരന്തത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒന്നും അറിയാതെ ജീവൻ നഷ്ടമായ അനേക പ്രിയപ്പെട്ടവർ, ഇപ്പോഴും മണ്ണിലടിയിലായിരിക്കുന്നവർ, ജീവന് വേണ്ടി പരിശ്രമിക്കുന്നവരെല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആ പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ ധാരാളമായി വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയൊക്കെ കർത്താവെ നിയന്ത്രിക്കുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാളുടെയും ഒരു ജീവജാലങ്ങളുടെയും ജീവൻ നഷ്ടമാകുവാൻ ഇടയാകരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആശുപത്രികളിലെ ചികിത്സയിലായിരിക്കുന്നവരെ ഓർക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന എൻ്റെ മക്കൾക്കൊക്കെ കർത്താവേ ആശ്വാസത്തിന് കാരണമായി തീരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു തടസ്സവും കൂടാതെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുവാനിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒന്നിനു പുറകെ ഓരോ ദുരന്തങ്ങൾ കർത്താവെ മനുഷ്യരാശി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളോട് കരുണ തോന്നുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനമുരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന തീരദേശ മേഖലയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സഭയായി സംഘടനകളായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ഇടവകയെ ഓർക്കാം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇടവകയുടെ നടത്തിപ്പിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സഭയുടെ ആവശ്യങ്ങളൊക്കെ ഇന്നോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയാവനാകാൻ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഉപസഭകളെ സമർപ്പിക്കാം. ശുശ്രൂഷ ചെയ്യുന്ന ഉപദേശിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവ കമ്മിറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ആരാധനയ്ക്ക് എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് നൽകുന്ന യോജന സുഹൃത്തുക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബെയ്ച്ചാനെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേവാലയം ഈ ദേശത്തായിരിക്കുന്നത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലഹീനതകളും കുറവുകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഏൽപ്പിച്ചൊരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. അനൂപിനെയും റീനെയും പൈതലിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനും വിടുതലും സൗഖ്യത്തിനുമായി സ്തോത്രം ചെയ്യാം. പരിപൂർണ ആരോഗ്യത്തോട് വിടുതലോടുകൂടെ കർത്താവേ എൻ്റെ മക്കളെ ഭവനത്തിൽ കടന്നു വരുവാൻ സ്വർഗം കനിയുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, നാം പ്രാർത്ഥിക്കാമെന്ന് വാക്ക് നൽകിയിട്ടുള്ളവരെയും, നാം പ്രാർത്ഥിച്ചിട്ടുള്ളവരെയും ഈ സമയം ഓർക്കാം.
പ്രാർത്ഥനയുടനായി സ്തോത്രം സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കാളികളാകാം. സർവശക്തിയുള്ള ദൈവമേ, സകലകരങ്ങളെയും പിതാവേ, അയോഗ്യരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും അതിനൊക്കെയായിട്ടും ഞാൻ നിനക്ക് മഹാവിനെയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ സൃഷ്ടിച്ചതിനും ബഹുമാനിക്കുന്നതിനും ഈ ആഴ്ചയ്ക്ക് വേണ്ടിയും മൂലം ലോകത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും നിങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളായി തീരേണ്ടതിനും ഇതിനെ സേവിച്ച് നാളുകളൊക്കെയും നടത്തുക. ഞങ്ങൾ അവരെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിനും കൂടെ സ്ത്രീയെ പൊരുത്തപ്പെടുത്തേണ്ടതിന് സകലതായ ബോധമാണെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവനെ നിനക്ക് പരിശുദ്ധാത്മാവും കലാലയത്തിലൂടെ കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കഴിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. നോട്ടീസായിട്ടുള്ള കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ദൃശ്യ മാധ്യമത്തിൻ്റെ സഹായത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൃപ നൽകി ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇതിനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു നൽകുന്ന യോജന സുഹൃത്തുക്കളോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ നാം ഓർത്തതുപോലെ നമ്മുടെ ചുറ്റുപാടും ഓരോ ദുരന്തങ്ങൾ വർദ്ധിച്ച് വരികയും ജനം വളരെ ഭീതിയിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുന്ന സമയമാകുന്നുവല്ലോ. പ്രാർത്ഥനയ്ക്കായിട്ട് അധികം സമയം വേർതിരിക്കുകയും പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്യേണ്ടുന്ന സമയമാകുന്നുവല്ലോ. നമുക്ക് നേരിട്ട് പോയി ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അവിടെ ആയിരിക്കുന്നവർക്കൊരു ബലമായി തീരുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവൻ നഷ്ടപ്പെട്ട അനേകരുണ്ടല്ലോ. സഭയായിട്ടുള്ള അനുശോചനവും പ്രാർത്ഥനയും ഒക്കെ ഈ സമയത്ത് രേഖപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസമായിരിക്കാൻ ദൈവം കൃപ നൽകുന്നു. സഭയുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാകുന്നുവല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ സഭയായി മുൻപോട്ട് കടന്നു പോകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വേവിച്ചാൻ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ദശാംശ സമർപ്പണവും സ്തോത്ര പ്രാർത്ഥനകളുടെ കവറുകളും പിറന്നാൾ വിവാഹ സ്തോത്രം മറ്റ് കവറുകളും സ്തോത്ര സമർപ്പണങ്ങളുമൊക്കെ ബെയ്ച്ചാൻ്റെ കൈവശം നൽകണമേ എന്ന് ഓർപ്പിക്കുന്നു. ശ്രീജന സഖ്യത്തിൻ്റെ മെമ്പർഷിപ്പിൻ്റെ തുക നൽകണമേ എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇന്നോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായവനാണ്. ഒരു കുറവും കൂടാതെ ദൈവം നമ്മെ നടത്തും. ഈ കാലയളവിൽ എല്ലാവരും പ്രയാസം ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കുന്നുവെങ്കിലും തീർച്ചയായിട്ടും ഇടവകയുടെ കാര്യത്തിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. നമ്മുടെ സ്തോത്ര അർപ്പണങ്ങളും സ്തോത്ര ദാനങ്ങളുമാകുന്നല്ലോ നമ്മുടെ ഇടവകയെ മുമ്പോട്ട് നടത്തുവാൻ നമുക്ക് സഹായകരമായി തീരുന്നത്. അതുകൊണ്ട് തുടർന്നുള്ള കാര്യത്തിലും നിങ്ങളുടെ സഹായവും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ദയവായി ദശാംശ സമർപ്പണത്തിലും വിവാഹ പിറന്നാൾ സ്തോത്ര സമർപ്പണത്തിലൊന്നും ആരും ഉപേക്ഷ ഒട്ടും വിചാരിക്കരുത് എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും ധാരാളമായി നമുക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസത്തിലും നമുക്ക് ഇടവകയുടേതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ബെയ്ച്ചാൻ കടന്നു വരുമ്പോൾ സഹായിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹം പിറന്നാൾ കൊണ്ടാടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഈ ഒരാഴ്ചയിലും പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കീർത്തനം 270 നമുക്ക് ഈ സമയം ചേർന്ന് പാടുമ്പോൾ നമ്മുടെ വഴിപാടുകളെ നമുക്ക് സമർപ്പിക്കാം. കീർത്തനം 270.
നമുക്ക് നമ്മുടെ വഴിപാടുകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. കീർത്തനം 282 കീർത്തനം. ഈ ആരാധനയുടെ സമയത്ത് വ്യാപരിച്ച കൃപകളെ ഓർക്കുന്നു. ദൈവമായ കർത്താവേ, ബലഹീനങ്ങൾ ലോകത്തിൽ ആയിരിക്കുമ്പോൾ അങ്ങേക്കുള്ളവരായി നിലനിൽപ്പാൻ മാതൃകയുള്ള കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ അപേക്ഷകളെയും വിഷയങ്ങളും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കും. ഞങ്ങൾ സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. കൃപയിൽ മറവിൽ മറച്ചാട്ടെ. യേശു നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ ആയിരിക്കാം. ആമേൻ.